വഖഫ് ബില്ലിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് ഉടമസ്ഥാവകാശം. അതായത് പഴയ വഖഫ് ബില്ലിൽ ബൈ യൂസർ, അതായത് ഒരു പ്രോപ്പർട്ടി വഖഫായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് വഖഫായി പ്രഖ്യാപിക്കാൻ പറ്റും. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വഖഫ് പ്രോപ്പർട്ടി വഖഫായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണർക്ക് മാത്രമേ പറ്റൂ. അതായത് വഖഫായിട്ട് പ്രഖ്യാപിക്കുന്ന ആളുടെ കയ്യിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇതുമായി ബന്ധപ്പെട്ട വിൽപത്രങ്ങൾ, ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ വേണം. അതുപോലെ ഇങ്ങനെ വഖഫായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ അവകാശികൾ ആരൊക്കെയുണ്ടോ, വനിതകൾ അടക്കമുള്ളവർക്ക് അവരുടെ അവകാശങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമുള്ള പ്രോപ്പർട്ടികളെ വഖഫായി അംഗീകരിക്കുകയുള്ളൂ. അതുപോലെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുവരെയും സെൻട്രൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ വഖഫുകളും ഈ ആക്ട് നിലവിൽ വന്ന് 6 മാസത്തിനകം തന്നെ അവയുടെ അതിരുകൾ, അവയുടെ വരുമാനം, അവയുടെ ആസ്തി, ഇതിന്റെ ഉപയോഗം ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഓൺലൈനായി എല്ലാ ഡോക്യുമെന്റും ഫോർമലായി കാണിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തണം.